ബഹുമാനപ്പെട്ട ശ്രീ വി ശശി അവർ അങ്ങേക്ക് 10 മിനിറ്റ് സംസാരിക്കാം. സർ, ഞാൻ ഈ ധർണാഭ്യർത്ഥനയെ പിന്താങ്ങുന്നു. സർ, കേരളത്തിൻ്റെ സർവോത്മുഖമായ വികസനമാണ് നവകേരള നിർമ്മിതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. അത് പൂർണ്ണമായി സാക്ഷാത്കരിക്കണമെങ്കിൽ ചരിത്രപരമായ കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ സർവോത്മുഖമായ വികസനം കൂടി ഉറപ്പാക്കണം. സമഗ്ര വികസനത്തിനുള്ള ദീർഘകാല പദ്ധതികളും പൊതുസേവനം, സാമൂഹ്യക്ഷേമം തുടങ്ങിയ മേഖലകളെ ലക്ഷ്യമാക്കിയുള്ള പദ്ധതികളും ഉൾച്ചേരുന്ന ദ്വിമുഖ നയപരിപാടികളാണ് ഇതിനാവശ്യം. ഇതാണ് 2016 മുതൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. അതാണ് നവകേരള മിഷൻ. ഇതിൻ്റെ കീഴിലെ 4 മിഷനുകളും പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരുൾപ്പെടെയുള്ള സാധാരണ ജനങ്ങളുടെ വികസന ആവശ്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുകൊണ്ടാണ് നടപ്പാക്കിയത്. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗം ജനസൗഹൃദമാക്കുന്ന ആർദ്രം പദ്ധതിയും ഒരു പൊതു സംവിധാനത്തിലൂടെ വീടില്ലാത്തവർക്ക് വീട് നൽകുന്ന ലൈഫ് പദ്ധതിയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതിയും ജലവിഭവ സംരക്ഷണവും മാലിന്യ സംസ്കരണവും ജൈവ പച്ചക്കറി കൃഷിയും കോർത്തിണക്കി രൂപകൽപ്പന ചെയ്ത ഹരിത കേരള പദ്ധതിയും പട്ടികവിഭാഗങ്ങളുടെ വികസന താൽപ്പര്യങ്ങളെയും ലക്ഷ്യമാക്കുന്നവയാണ് സാർ. അതായത് ആരോഗ്യം, ഭവനം, വിദ്യാഭ്യാസം, ശുദ്ധജലം, കൃഷി, ഇതെല്ലാം ഈ ജനവിഭാഗങ്ങളുടെ സമഗ്ര വികസനത്തിൻ്റെയും അവിഭാജ്യ ഘടകങ്ങളാണ്. അതാണ് മറ്റ് ജനവിഭാഗങ്ങളോടൊപ്പം പട്ടികവിഭാഗങ്ങൾക്കും നവകേരള മിഷനിലൂടെ ലഭ്യമാക്കിയത്. ഇതിനു പുറമെ പട്ടികവിഭാഗങ്ങൾക്ക് മാത്രം വികസനം ലക്ഷ്യമാക്കി സംസ്ഥാന പദ്ധതി വിഹിതത്തിൻ്റെ ജനസംഖ്യാനുപാതികമായ വിഹിതം ബഡ്ജറ്റിൽ നീക്കിവയ്ക്കുന്ന തുകയുടെ 45% പട്ടിക വിഭാഗങ്ങൾക്കും 23% പട്ടിക വർഗങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് നടപ്പാക്കുന്നത്. ബാക്കി തുകയാണ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് വിവിധ പദ്ധതികളിലൂടെ നടപ്പാക്കുന്നത്. ഈ രണ്ട് ഫണ്ടുകളും ഭവനം, വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, ശുദ്ധജലം തുടങ്ങിയ വികസന ആവശ്യങ്ങൾക്കാണ് ചെലവഴിക്കുന്നതെന്ന് നമുക്ക് കാണാം. സാർ, കാർഷിക തൊഴിലാളികളായ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾക്ക് സ്വന്തമായി വീടും ഭൂമിയും എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് തുടക്കം കുറിച്ചിട്ട് ഇപ്പോൾ 50 വർഷം പിന്നിട്ടിരിക്കുന്നു. ശ്രീ അച്യുതമേനോൻ മന്ത്രിസഭയിലെ കൃഷി ഭവന നിർമ്മാണം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ശ്രീ MN ഗോവിന്ദൻ നായർ നടപ്പാക്കിയ ലക്ഷം വീട് പദ്ധതി ജനപങ്കാളിത്തോടെ 1973 നടപ്പാക്കിയത്. അതിനുശേഷം 2009-10 ആരംഭിച്ച EMS സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതിയും ശ്രദ്ധേയമായിരുന്നു. അതിനുശേഷം 95 നടപ്പാക്കിയ മൈത്രി ഭവന പദ്ധതി ഉൾപ്പെടെ പല പദ്ധതികളും നടപ്പാക്കിയെങ്കിലും ഇപ്പോഴും ഭൂമിയും വീടും ഇല്ലാത്ത 10,000-കണക്കിന് കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ലൈഫ് എന്ന പദ്ധതി നവകേരള മിഷൻ്റെ ഭാഗമായി നടപ്പാക്കി തുടങ്ങിയത്. സാർ, എല്ലാ പട്ടികവർഗ കുടുംബങ്ങൾക്കും ഇതിനകം ഭൂമിയുള്ള ആദ്യ ജില്ലയായി തിരുവനന്തപുരം ജില്ല മാറിക്കഴിഞ്ഞു. കൂടാതെ 8,278 പട്ടികവർഗ കുടുംബങ്ങൾക്ക് 4,138 ഏക്കർ ഭൂമിയാണ് 8 വർഷം കൊണ്ട് നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചത്. പട്ടികവർഗ വിഭാഗങ്ങൾക്കായി 39,998 ഭവനങ്ങൾ ലൈഫ് പദ്ധതിയിലൂടെ ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞു. ഇതുകൂടാതെ ട്രൈബൽ മിഷൻ പുനരധിവാസ പദ്ധതി പ്രകാരം 1,806 ഭവനങ്ങളും പൂർത്തീകരിച്ചു. പട്ടികജാതി വിഭാഗത്തിൽ ഇതുവരെ 90,865 വീടുകളാണ് പൂർത്തീകരിച്ചു കഴിഞ്ഞത്. പല ഭവന പദ്ധതികളിൽ ഏറ്റെടുത്ത് പൂർത്തിയാക്കാതെ കിടന്ന
19,151 വീടുകളും പൂർത്തീകരിച്ചു. അതുകൂടി കൂട്ടിയാൽ 1,10,18 വീടുകൾ പട്ടിക വിഭാഗങ്ങൾക്ക് മാത്രമായി പൂർത്തീകരിക്കാൻ ഈ കാലയളവിൽ സാധിച്ചു സാർ. പട്ടികജാതി പട്ടികവർഗങ്ങൾക്കായി ഇതുവരെ ലൈഫ് പദ്ധതിയിൽ 1,51,822 വീടുകൾ നിർമ്മിച്ചു നൽകി. ഇത് ഒരു വലിയ നേട്ടമാണ്. ഇതുകൂടാതെയാണ് പൂർത്തിയാക്കാത്ത വീടുകൾ വാസയോഗ്യമാക്കാൻ നടപ്പാക്കിയ സേവ് പദ്ധതി. ഇതിലൂടെ 17,828 വീടുകളാണ് അറ്റകുറ്റകൾ പണി പൂർത്തീകരിച്ചതും. ഈ 3 വർഷം കൊണ്ട് 9,811 പഠനമുറികൾ SC വിഭാഗങ്ങൾക്കും വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ചു നൽകി. 365 പഠനമുറികൾ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ചു നൽകി. തീർച്ചയായും ഇതെല്ലാം ഈ കാലയളവിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളിൽ എടുത്തു പറയാവുന്ന വികസന പ്രവർത്തനങ്ങളാണ്. പട്ടികവർഗ കുടുംബങ്ങൾക്കും ആധികാരിക രേഖകൾ എക്കാലത്തേക്കുമായി ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കുന്നതിന് സഹായകരമായ ABCD പദ്ധതി വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു സാർ. ജനന സർട്ടിഫിക്കറ്റ് മുതൽ ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കുന്ന ഈ പദ്ധതി വളരെ ശ്രദ്ധേയമായി. പാലക്കാട് ജില്ല ഈ ഇനത്തിൽ വയനാട്, പാലക്കാട്, പത്തനംതിട്ട ജില്ലകൾ ഇതെല്ലാം ഇതിനകം പൂർത്തിയാക്കി. മറ്റ് ജില്ലകളിൽ ഇത് പുരോഗമിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് ഈ വളരെ ശ്രദ്ധേയമായ ഈ പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തതെന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് സാർ. സാർ, എല്ലാ പട്ടികവർഗ കുടുംബങ്ങൾക്കും ആധികാരിക രേഖകൾ എക്കാലത്തേക്കുമായി ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കുന്നതിന് സഹായകമായ ABCD പദ്ധതി മാതൃക ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിലും പകർത്തുന്ന നടപടിയിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു സാർ. ഒരേ സമയം തൊഴിൽ സംരംഭകരും തൊഴിൽ ദാതാക്കളുമാക്കാൻ ഉന്നതി കേരള എംപവർമെൻറ്റ് സൊസൈറ്റി മറ്റൊരു ശ്രദ്ധേയമായ പരിപാടിയാണ്. പ്രൊഫഷണൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഹോണറേറിയത്തോടെ തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണിത്. ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻസ്. ഈ പദ്ധതിയുടെ സിവിൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഡിഗ്രി പാസ്സായ 500 പേർക്ക് അക്രഡിറ്റഡ് എഞ്ചിനീയർമാരായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയമിച്ചു. പാരാമെഡിക്കൽ കോഴ്സ് പൂർത്തിയാക്കി 250 പേരെ വിവിധ ആശുപത്രികളിൽ നിയമിക്കുകയുണ്ടായി. 398 പേരെ കൂടി ഉടനെ നിയമിക്കുന്നതിനുള്ള നടപടിയും എടുത്തു വരുന്നുണ്ട്. സാർ, MSW പാസ്സായ പട്ടികജാതി വികസന വകുപ്പിലും 54 പേരെ പട്ടികവർഗ വികസന വകുപ്പിലും നിയമിച്ചു കഴിഞ്ഞു. അവർ സോഷ്യൽ വർക്കർമാരായി പ്രവർത്തിക്കുകയാണ്. ST വിഭാഗത്തിൽ നിന്ന് 1182 SC വിഭാഗത്തിൽ നിന്ന് 1216 പ്രൊമോട്ടർമാരെയും ഇതിനകം നിയമിച്ചിട്ടുണ്ട്. 350 പേരെയാണ് മാനേജ്മെൻറ്റ് ട്രെയിനികളായി SC ST ഓഫീസുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നിയമിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ നിയമബിരുദം നേടിയ പട്ടിക വിഭാഗത്തിലെ യുവാക്കളിൽ നിന്ന് തിരഞ്ഞെടുത്ത നിയമബിരുദം നേടിയ പട്ടിക വിഭാഗത്തിലെ യുവാക്കളെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലും ഗവൺമെൻറ് പ്രിഡർ ഓഫീസിലും സീനിയർ അഭിഭാഷകരുടെ ഓഫീസുകളിലും ലീഗൽ സർവീസ് സൊസൈറ്റികളിലും SC ST വകുപ്പിലും പരിശീലകരായി നിയമിച്ചു. തൊഴിൽ പരിശീലനത്തോടൊപ്പം പട്ടിക വിഭാഗക്കാർക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കുന്ന ജോലി കൂടി ഇവർ നിർവഹിച്ചു വരുന്നുണ്ട് സാർ. ജനസംഖ്യാനുപാതികമായ തുക പദ്ധതിയിൽ നീക്കിവെക്കുന്നുവെങ്കിലും ചെലവഴിക്കുന്ന തുക പരിശോധിക്കുമ്പോൾ പട്ടികജാതിക്കാർക്കായി നീക്കിവെച്ചിട്ടുള്ള തുകയുടെ 75% മാത്രമാണ് വിനിയോഗിക്കുന്നത്. പട്ടികവർഗക്കാരുടെ കാര്യത്തിൽ അത് 79% കാണാം. സമൂഹത്തിൻ്റെ ഏറ്റവും ദുർബലരായ ഒരു ജനവിഭാഗത്തിനായി നീക്കിവെക്കുന്ന തുക പൂർണ്ണമായും ചെലവഴിക്കാനുള്ള നടപടി ഉണ്ടാകണം സാർ. കേന്ദ്രാവിഷ്കൃത പദ്ധതിക്കായി നീക്കിവെക്കുന്ന തുകയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം പോലെ തന്നെ
പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ബഡ്ജറ്റിൽ നീക്കിവെക്കുന്ന തുക ലാപ്സാക്കുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യാതിരിക്കാനുള്ള നയം മുൻകാലങ്ങളിൽ സ്വീകരിച്ചിരുന്നു. അത് വീണ്ടും തുടരണമെന്ന് ആണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. സർ, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള MRS പ്രിയദർശിനി പാരാമെഡിക്കൽ സെൻറ്റർ മാതൃകയിൽ പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ കൂടി കൊണ്ടുവരണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. MRSലെ അധ്യാപകർ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിന്നാണ് നിയമിക്കപ്പെടുന്നത്. പ്രിയദർശിനി പാരാമെഡിക്കൽ സെൻറ്ററിൻ്റെ ജീവനക്കാർ ആരോഗ്യവകുപ്പിൽ നിന്നാണ് നിയമിക്കപ്പെടുന്നത്. അതുപോലെ പാലക്കാട് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരെയും ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് തന്നെ നിയമിക്കുന്നതിനുള്ള നടപടി കൂടി സ്വീകരിക്കുന്നത് നന്നായിരിക്കും എന്ന് സൂചിപ്പിക്കുകയാണ്. ആ കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി പരിശോധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഈ ദയാഭ്യർത്ഥനയെ പിന്താങ്ങുന്നു.